തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമമേഖല. സ്ഥലം നമുക്കെല്ലാം സുപരിചിതമായ ഇടം തന്നെ. കാഞ്ചീപുരം. പരന്തൂർ അടക്കം കാഞ്ചീപുരത്തെ 20ഓളം ഗ്രാമങ്ങൾ. അവിടുത്തെ ഗ്രാമീണർ തങ്ങളാലാവും വിധം വലിയൊരു പ്രതിഷേധത്തിലാണ്. കൂലിപ്പണിക്കാരും കർഷകരുമായ ഗ്രാമീണരുടെ പ്രതിഷേധം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം സ്വകാര്യ പങ്കാളിത്തത്തോടെ ഒരുങ്ങുകയാണ് അവിടെ. അതിനുള്ള സ്ഥലമെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി. ഈ ഘട്ടത്തിലാണ് പരന്തൂരിലെ സമരം. തന്നാലാവും വിധമുള്ള സമരമെന്ന് പറഞ്ഞതിനും കാരണമുണ്ട്. ഈ ഗ്രാമീണ പ്രതിഷേധത്തിന് അധികകാലം പിടിച്ചു നിൽക്കാനാകുമോ എന്ന് നിശ്ചയമില്ല. പരന്തൂർ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടാണ്. സമൃദ്ധമായ കൃഷിയുള്ള മേഖല. അരുവികളും പച്ചക്കറി കൃഷിയും മീൻ വളർത്തലുമെല്ലാമുള്ള ഈ മേഖലയെ, അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ, ഗ്രാമീണരുടെ ദൈനംദിന ജീവിതത്തെ, നിത്യത്തൊഴിലിനെ അപ്പാടെ ഇല്ലാതാക്കുന്നതോ മാറ്റിമറിക്കുന്നതോ ആയ ഒരു പദ്ധതി. അതിനാൽ വിമാനത്താവള പദ്ധതിയോട് മരണം വരെ പോരാടുമെന്ന് കർഷകരായ ഗ്രാമീണർ. തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ടിഡ്കോയുടെ കീഴിലാണ് പുതിയ വിമാനത്താവളം വരുന്നത്. അതിനാൽ ഈ ഗ്രാമങ്ങൾക്ക് സമരവുമായി എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നത് കണ്ടു തന്നെ അറിയണം. ചെന്നൈ കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് വരാൻ പോകുന്നത്. ഗ്രീൻഫീൽഡ് എയർപോർട്ട് പോളിസി പ്രകാരം നിർമ്മാണം. വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ പാട്ടത്തിന്. അദാനി, ടാറ്റ ഗ്രൂപ്പുകളടക്കം വമ്പന്മാർ പദ്ധതിക്കായി രംഗത്തുണ്ട്. 5369 ഏക്കറിൽ 32,704 കോടി ബഡ്ജറ്റിൽ 4 ഘട്ടങ്ങളിലായി വിമാനത്താവളം യാഥാർത്ഥ്യമാകും. എന്നുവെച്ചാൽ ഈ മേഖല ഒന്നാകെ കുടിയൊഴിപ്പിക്കപ്പെടും. പദ്ധതിക്ക് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി 2024 ഓഗസ്റ്റിൽ പ്രാഥമിക അംഗീകാരം നൽകി. സൈറ്റ് ക്ലിയറൻസ് അനുമതി. വിമാനത്താവളത്തിനുള്ള 5369 ഏക്കർ ഭൂമിയിൽ 3424 ഏക്കറും ഫലഭൂയിഷ്ടമായ കൃഷിയിടം. ഏറ്റെടുക്കൽ നടപടി തുടങ്ങിയിരിക്കുന്നു സർക്കാർ. പ്രദേശത്തെ എല്ലാ നീർത്തടങ്ങളെയും പദ്ധതി ഇല്ലാതാക്കുമെന്നതാണ് ഗ്രാമീണരുടെ പരാതി. കുളങ്ങളും നീർത്തടങ്ങളും കിണറുകളും അടക്കം 1423 ഏക്കറിലെ ജലസമ്പത്ത് ഇല്ലാതെയാകും. 13 ഗ്രാമങ്ങൾക്ക് 12ഓളം തടാകങ്ങളും 20ഓളം വലിയ കുളങ്ങളുമുണ്ട്. അതെല്ലാം നികത്തപ്പെടും. ദേശാടന പക്ഷികളുടെ പ്രധാന സങ്കേതം കൂടിയാണ് ഇവിടം. 120ഓളം ഇനം കിളികളെത്താറുള്ള പ്രദേശം. കാഞ്ചീപുരത്തെ ഏകനപുരം ഗ്രാമത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുന്നത്. തമിഴക വെട്ടുകഴുക നേതാവും നടനുമായ വിജയ് ഇവിടേക്ക് റാലി നടത്തി കൃഷിക്കാരെ ഒഴിപ്പിക്കരുതെന്നാവശ്യപ്പെട്ടത് അടുത്തിടെയാണ്. 650ഓളം കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടും ഇവിടെ. ആശങ്ക ഗ്രാമീണരെ സമരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. എന്നാൽ വിമാനത്താവളത്തിനായി സ്വന്തം കൃഷിഭൂമി വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. തലമുറകളായി കഴിയുന്ന ഇടം. കൃഷിയാണ് എല്ലാം. കൃഷി ചെയ്ത് കുടുംബത്തിനുള്ളതെടുത്ത് ബാക്കി വിൽക്കുന്നു. അതിനെല്ലാം ഈ ഗ്രാമമാണ് തുണ. ഞങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ നീക്കം. എവിടെ പോകും എന്നറിയില്ല. ഏകനപുരം ഗ്രാമത്തിലെ കർഷകർ പറയുന്നത് ഇതാണ്. നെൽവോയ് ഗ്രാമത്തിലെ 65-കാരി കസ്തൂരി 2025 ജനുവരി 10 ഉദ്യോഗസ്ഥരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കിടെ മണ്ണെണ്ണയൊഴിച്ച് ആത്മാഹുതിക്ക് ശ്രമിച്ചു. ഗ്രാമം സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായവ്യത്യാസമന്യേ ചോദിക്കുന്നു എന്തു ചെയ്യണമെന്ന്. ஒரு 650 குடும்பமா இருக்கும். ஒரு 2500 பேர் ஸ்கூல் சின்ன குழந்தைங்கள்ல இருந்து எல்லாம் வந்து ஒரு 2500 பேர் இருக்கும். மொத்தம் வந்து 476 റേഷൻ കാർഡ് ഇருக்கு. ദൈവത്തോട് കരഞ്ഞ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു പലരും. കുറേ പേർ പ്രതിഷേധിക്കുന്നു, ചിലർ വിലപിക്കുന്നു. ഇതൊക്കെയാണ് കാഞ്ചീപുരത്തെ പരന്തൂർ മേഖലയിൽ നടക്കുന്നത്. ഏതായാലും ഏകനപുരം സുബ്രഹ്മണ്യയുടെ നേതൃത്വത്തിൽ
1000-ത്തിലധികം ദിവസമായി പരന്തൂർ വിമാനത്താവളത്തിനെതിരായ സമരം നടക്കുകയാണ്. കാഞ്ചീപുരത്തെ ഈ ഗ്രാമങ്ങൾ സമരത്തിലാണ്. മൂന്ന് വർഷമായി 20ഓളം ഗ്രാമങ്ങളിലെ മനുഷ്യർ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല.